നവരാത്രി മഹോത്സവം അന്തിമഘട്ടത്തിലെത്തിയതോടെ ക്ഷേത്രത്തിൽ ഭക്തജന പ്രവാഹമാണ്. നവരാത്രി മഹോത്സവത്തിന്റെ അവസാന ദിനമായ വിജയദശമിയിലെ വിദ്യാരംഭ ചടങ്ങുകൾക്കായി ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം ഒരുങ്ങിയിരിക്കുകയാണ്. ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന കുട്ടികൾക്കായി എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ 4 മണി മുതൽ എഴുത്തിനിരുത്ത് ആരംഭിക്കും. മുൻവർഷത്തെക്കാൾ കൂടുതൽ കുരുന്നുകൾ ഇക്കുറി അക്ഷരദേവതയെ സ്തുതിച്ച് വിദ്യയുടെ ആദ്യപാഠം നുകരാനായി എത്തിച്ചേരുമെന്നാണ് ക്ഷേത്രം അധികൃതർ പ്രതീക്ഷിക്കുന്നത്. രാവിലെ 4 മണിക്ക് പൂജയെടുത്തതിന് ശേഷം ഉടൻ തന്നെ വിദ്യാരംഭം ആരംഭിക്കുകയും വൈകുന്നേരം ഏകദേശം 5 മണി വരെ വിദ്യാരംഭം തുടരും എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. ദുർഗാഷ്ടമി, മഹാനവമി ദിനങ്ങളിൽ ഭക്തിപ്രഭയിലായിരുന്നു പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. വിദ്യാരംഭത്തോടനുബന്ധിച്ച് നടന്ന പൂജവെപ്പിനും വിദ്യാർത്ഥികളടക്കം നിരവധി ഭക്തജനങ്ങളാണ് എത്തിയിരുന്നത്. നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കലാമണ്ഡപത്തിൽ അരങ്ങേറുന്ന വിവിധ കലാപരിപാടികൾക്കും ആസ്വാദകർ ഏറെയാണ്. വിദ്യാരംഭ ദിവസത്തെ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ബസ് സർവീസുകളും പോലീസ് സുരക്ഷയും സംഘാടകർ ഒരുക്കിയിരിക്കുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവുമധികം കുരുന്നുകൾ ആദ്യാക്ഷരം നുകരാനെത്തുന്ന ദേവീ സന്നിധി കൂടിയാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന സരസ്വതി ക്ഷേത്രത്തില് തിങ്കളാഴ്ച രാവിലെ 4 മണി മുതൽ തന്നെയാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യാക്ഷരം പകർന്നു നൽകാനായി 20-ലധികം എഴുത്തച്ഛന്മാരെയും ക്ഷേത്രയോഗം സജ്ജീകരിച്ചിട്ടുണ്ട്. അഭൂതപൂർവമായിട്ടുള്ള ഭക്തജന തിരക്കായിരിക്കും തിങ്കളാഴ്ചയും അനുഭവപ്പെടുക. ക്യാമറാമാൻ സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സുനിൽ അരുമാനു.